ശ്രീനാരായണ ഗുരുദേവൻ ഈ തേന്മാവിൻ ചുവട്ടിലിരുന്നാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. നാഗമ്പടം മഹാദേവ ക്ഷേത്രം. കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മീനച്ചിലാറിന്റെ തീരത്ത് നാഗങ്ങൾ പടം പൊഴിച്ചിരുന്ന സ്ഥലമാണ് പിന്നീട് നാഗമ്പടം ആയി മാറിയത് എന്നാണ് ഐതിഹ്യം. ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം ബോധാനന്ദസ്വാമികളാണ് ശിവചൈതന്യമുള്ള വേൽ പ്രതിഷ്ഠിച്ചത്. 1959 ജനുവരി 15 മൂലപ്രതിഷ്ഠയായ വേൽ മാറ്റി ശിവലിംഗ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ശങ്കരാനന്ദ സ്വാമിയും ശ്രീനാരായണ തീർത്ഥ സ്വാമിയുമായിരുന്നു. 1914 പ്രമുഖ ഈഴവ പ്രമാണിമാർ ചേർന്ന് ആ ചന്ദ്രധാര പ്രശോഭിനി സഭ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. 1934 കോട്ടയം SNDP യൂണിയനിൽ ഇത് പിന്നീട് ലയിക്കുകയുണ്ടായി. 2005 ജനുവരി 15 ഗുരുദേവ ക്ഷേത്രം പുനർനിർമ്മിച്ച് പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. 1924 ജനുവരി 16 മഹാകവി കുമാരനാശാൻ ഇവിടേക്കുള്ള യാത്രാമധ്യേയാണ് പല്ലനിയാറ്റിലുണ്ടായ ബോട്ടപകടത്തിൽ മരണമടഞ്ഞത്. ഇതിനെ തുടർന്ന് അന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന സദ്യാലയം മഹാകവി കുമാരനാശാന്റെ സ്മാരകമാക്കി മാറ്റി കവി കുമാര മന്ദിരം എന്ന് നാമകരണം ചെയ്തു. ലോകത്തിലെ ആദ്യ കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകമായി ഇത് അറിയപ്പെടുന്നു. 1928 ജനുവരി 14 ഇവിടെ കൂടിയ SNDP യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗത്തിൽ 107 ശാഖകൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ശ്രീനാരായണ ഗുരുദേവൻ തൃക്കൈകളാൽ വിതരണം ചെയ്തു. 1928 ജനുവരി 16 ശിവഗിരി തീർത്ഥാടനത്തിന് അഥവാ അറിവിന്റെ തീർത്ഥാടനത്തിന് അഷ്ടലക്ഷ്യങ്ങളോടെ ശ്രീനാരായണ ഗുരുദേവൻ അനുമതി നൽകിയത് ഈ തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ്. തീർത്ഥാടന ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ എന്നിവയാണെന്ന് ഗുരു അരുളുകയുണ്ടായി. ഇതിനുശേഷം മഹാസമാധി പ്രാപിക്കും വരെ, അതായത് 1928 സെപ്റ്റംബർ 20 വരെ മറ്റൊരു സന്ദേശവും ഗുരുദേവൻ നൽകിയിട്ടില്ല. 1932 ശിവഗിരി തീർത്ഥാടനത്തിന് ആരംഭം കുറിക്കുന്നത്. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, TK കിട്ടൻ റൈറ്റർ, TK കുഞ്ചു, K ഗോപാലൻ തന്ത്രി, KS ശങ്കു തുടങ്ങിയവർ അടങ്ങുന്ന സംഘം ഗുരുവരുൾ പ്രകാരമുള്ള നിഷ്ഠകളോടെ ഇവിടെ നിന്നുള്ള ആദ്യ തീർത്ഥാടകരായി. 1932 ഡിസംബർ 24 പദയാത്രയായി പുറപ്പെട്ട അവർ 1933 ജനുവരി 1 ശിവഗിരിയിൽ എത്തിച്ചേർന്നത്. എല്ലാ വർഷവും ഈ പുണ്യവൃക്ഷ ഛായയിൽ നിന്നും ശിവഗിരി തീർത്ഥാടന പദയാത്ര പുറപ്പെട്ടു വരുന്നു. മകരത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ കൊടിയേറി മകരത്തിലെ തിരുവാതിരയ്ക്കാണ് ഇവിടുത്തെ ഉത്സവം നടക്കാറുള്ളത്. നിത്യവും ബലികർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രം കൂടിയാണിത്.